ഇന്നലത്തെ ഇഷ്യൂ അനുമോളെ വളഞ്ഞിട്ട് എല്ലാവരും ആക്രമിക്കുന്നത് ബിൻസിയും അപ്പാനിയും. അതിനുശേഷം അനുമോൾ ആകെ ഷോക്കഡായി. അതിലേറ്റവും ഷോക്കഡായതെന്ന് പറഞ്ഞാൽ ആദില അതിനിടയിൽ ശരിക്കും പറഞ്ഞാൽ ആദില പിന്നിൽ നിന്നും കുത്തുകയാണ് ചെയ്തത്. കാരണം എല്ലാത്തിലും നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ അനുമോളുടെ ഒപ്പം ശൈത്യയും ആദിലയും നൂറയും എല്ലാവരും ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നത് ശൈത്യ പോലും ഷാനവാസിൻ്റെ അടുത്ത് ജയിലിൽ വെച്ച് പറയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവസാനം അനുമോളെ പച്ചയ്ക്ക് വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കുന്ന പോലെയുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അത് ആദില ചെയ്ത് വളരെ ക്രൂരമായി പോയി എന്ന് വേണം പറയാനായിട്ട്. അതേസമയം നൂറ അവിടെ സംയമനം പാലിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതിനുശേഷം വളരെ ഷോക്കഡായിട്ടിരിക്കുന്ന അനുമോള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ അഭിഷേകും ഷാനവാസ് അവിടെ പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അഭിഷേക് വിളിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവളോട് കിടന്ന് ഉറങ്ങാൻ പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ടില്ല, ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. നീ ഇന്ന് ഇവിടെ ഇരിക്കാൻ പോകണോ? അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എനിക്ക് കുറേ ചിന്തിക്കാനുണ്ട്. അതിനുശേഷം കുറേ കാര്യങ്ങൾ അഭിഷേകിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തിനാണ് ഇവരെല്ലാവരും എന്നെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ഈ 15 ലക്ഷത്തിൻ്റെ PR കൊടുത്തു എന്ന് ഓരോ ആൾക്കാരും വന്ന് പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ അമ്മേനെയും ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ച് സത്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അഭിഷേക് പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യും. ഇനി നാളെ വരാൻ പോകുന്നത് ജിസേൽ, ആര്യൻ, ബിന്നി അവരും. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്? ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ, എനിക്ക് മതിയായി, എനിക്ക് മരിക്കാൻ തോന്നുന്നു പറയുമ്പോൾ അഭിഷേക് അവിടെ അനുമോൾ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് രാത്രി ഇരുന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, ഒരു കാര്യം പറയാം, നീ ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക. നീ പല കാര്യത്തിലും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. നിനക്ക് ഇതുപോലെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇനി ഒരു 4 ദിവസം അത് കഴിഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ കപ്പടിക്കാം. ആ ഒരു പൊസിഷനാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ അനുമോൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പുറത്ത് നല്ല സപ്പോർട്ടാണ്, വേണമെങ്കിൽ കപ്പടിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഏകദേശം അനുമോൾ നമ്പർ 1 ആണ്, കപ്പടിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ ആ കപ്പടിച്ചാലും അതിന് ഒരു സന്തോഷം കിട്ടാത്ത, അല്ലെങ്കിൽ അവളതിനെ സന്തോഷിക്കരുത് എന്നുള്ള രീതിയിലുള്ള കുറേ പ്രചരണങ്ങൾ അയച്ചു വരുന്നുണ്ട്. നീ കപ്പടിച്ചാലും എന്താണ്, PR-ൻ്റെ ബലത്തിലല്ലേ നീ കപ്പടിക്കുന്നത്, ആർക്കും പറ്റും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കാനായിട്ടൊരു ശ്രമം മനഃപൂർവ്വം എല്ലാവരും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വന്ന് ചെയ്യുന്നുണ്ട്. അപ്പം അഭിഷേക് ഇന്നലെ വളരെ കുറേ നേരമായിരുന്നു മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ പിടിച്ച് നിൽക്ക്, 95 ദിവസം അല്ലെങ്കിൽ 95 ദിവസം നിനക്ക് നിൽക്കാന്നുണ്ടെങ്കിൽ നിനക്ക് ഇതൊക്കെ നിസ്സാരമാണ്, നീ ഇതിലും വലിയ കാര്യങ്ങൾ തരണം ചെയ്തിട്ടില്ലേ. അപ്പം അനുമോൾക്ക് ഏറ്റവും ഷോക്കായത് ആദില പറഞ്ഞ കാര്യവും പിന്നെ അപ്പാനി ഉച്ചയ്ക്ക് പറഞ്ഞതിന് തലകീഴായി മറിഞ്ഞത്, ഇതെല്ലാനുമാണ് അനുമോൾക്ക് ഷോക്കായത്. അവിടെ ബിൻസിക്കും ചെറിയ ഡൗട്ട് തോന്നിയിട്ടുണ്ട്, അനുമോളെ മാത്രം ഇട്ട് ടാർഗറ്റ് ചെയ്ത് മോശമായി പോയെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഈ സീസണിൽ ഈ കണ്ടസ്റ്റൻ്റ് ഇത്ര മോശം കണ്ടസ്റ്റൻ്റ് ഒരു സീസണിലും വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം എല്ലാ സീസണിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു റീയൂണിയൻ രണ്ടാമത്തെ എല്ലാവരും കൂടുമ്പോൾ ചെറിയ ചെറിയ സ്പാർക്ക് ഉണ്ടെന്നല്ലാതെ ഇതുപോലുള്ളൊരു അടിയും, ഇതിപ്പോൾ ഒരു ബിഗ് ബോസ് സീസൺ 7ൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വന്ന പോലെയുള്ളൊരു ഫീലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എല്ലാവർക്കും പുറത്തിറങ്ങിയിട്ട് സംസാരിക്കായിരുന്നില്ല. ഇവർ വിചാരിച്ചിട്ടുണ്ടാവും ഇതിൽ സംസാരിച്ചാൽ പെട്ടെന്ന് റീച്ച് കിട്ടും. പക്ഷേ ഇത് പനിയും അല്ലെങ്കിൽ ശൈത്യക്കെല്ലാം ഇനി എങ്ങനെയാണ് തിരിച്ചടി കിട്ടാൻ പോകുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ എസ്പെഷ്യലി അതിലേക്കൊക്കെ എങ്ങനെയാണ് തിരിച്ചടി കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാര്യം ഇവരിപ്പോൾ അനുമോൾക്ക് ആദ്യം ഇതുപോലെ ഒരു അറ്റാക്ക് ചെയ്തിട്ടാണ് ഇത്രയും പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുത്തത്. അതുപോലെ തന്നെ ലാസ്റ്റ് ലാപ്പിലെത്തി കഴിഞ്ഞപ്പോൾ ഇത് അനുമോൾക്ക് ചിലപ്പോൾ ഗുണം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.